അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആർ ശങ്കറിനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പാകിസ്ഥാനുമായി സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണ്ടെന്ന് സൌദിയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ ബിൻ അബ്ദുള്ള. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്, മോദി ഭീരുവെന്ന് കെജ്രിവാൾ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഉരസൽ, മുഖ്യമന്ത്രിമാർക്ക് അടിക്കടി അപമാനം, ഭരണത്തിൽ ഗവർണർമാരുടെ ഇടപെടൽ. നബിദിനം, ബഹ്റൈൻ ഭരണാധികാരികൾ ലോക നേതാക്കൾക്ക് ആശംസകൾ നേർന്നു. ധർമ്മപതാകേന്തുക SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകൾ മുന്നിൽ. സഹിഷ്ണുതയുടെ പ്രവാചകൻ, ബഹ്റൈനിൽ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നാളെ, റയീസുൽ ഉലമയും ഖമറുൽ ഉലമയും പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ സാമൂഹിക ക്ഷേമ പരിപാടികൾക്ക് തുടക്കമിട്ടത് ആർ ശങ്കറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ പ്രാർത്ഥനാ സംഗമത്തിൽ പറഞ്ഞു. ആർ ശങ്കറിനെ വിവാദത്തിലേക്ക് വലിച്ചേക്കരുതെന്നും മുഖ്യമന്ത്രി KPCC പ്രാർത്ഥനായോഗത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രാർത്ഥനാ സംഗമത്തിലെ വികാരവും അതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായി. ഇന്ന് കേരളം ഇന്ത്യക്ക് മാതൃകയാണ് സാമൂഹ്യ ക്ഷേമ പരിപാടികൾക്ക്. കേരളത്തിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് ശ്രീ ആർ ശങ്കറാണ്. വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ക്ഷയരോഗ പെൻഷനുമൊക്കെ ആദ്യമായി കേരളത്തിൽ നൽകിയത് അദ്ദേഹമാണ്. കൊല്ലത്തെ പ്രതിമ അനാവരണ ചടങ്ങ് ആർ ശങ്കറിനെ അവഹേളിക്കുന്നതാക്കി മാറ്റിയെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ഇതിന് കാരണക്കാർ വെള്ളാപ്പള്ളിയും സംഘപരിവാറുമെന്നും സുധീരൻ പറഞ്ഞു. കൊല്ലത്തെ ചടങ്ങ് എങ്ങനെയാണ് സ്വകാര്യ ചടങ്ങാകുന്നത്? ശ്രീനാരായണ പ്രസ്ഥാനവും ആർ ശങ്കറും ജനങ്ങളുടെ പൊതുസ്വത്തെന്നും SNDP യോഗവും SN ട്രസ്റ്റും വെള്ളാപ്പള്ളിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കാൻ ശ്രമിക്കരുതെന്നും VM സുധീരൻ പറഞ്ഞു. എല്ലാവരും കൂടി ഒന്നിച്ച് പങ്കെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്യധികം മഹത്വമുള്ളൊരു ചടങ്ങിനെ ഇത്ര ദുർബലമാക്കി, ഇത്ര വികലമാക്കി, ഇത്ര വിവാദമാക്കി മാറ്റിയ അതിന് ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ അഥവാ BJP ആണ് എന്ന് പറയാതിരിക്കാൻ, ഖേദത്തോടുകൂടി പറയാതിരിക്കാൻ താൽപര്യമല്ല. പാകിസ്ഥാനുമായി സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി മേഖലയിൽ സ്ഥിരത നിലനിർത്താനാണ് ശ്രമം. ദേശീയ ഉപദേഷ്ടാക്കൾ തമ്മിലുള്ള ചർച്ച ഇതിന്റെ ഭാഗമാണ്. രാവിലെ കൊച്ചി പുറംകടലിൽ നടന്ന സംയുക്ത സേനാ യോഗത്തിലാണ് ഇക്കാര്യം സംസാരിച്ചത്. രാജ്യത്തെ പ്രതിരോധ രംഗത്ത് പുതിയ നാഴികക്കല്ലായി മാറി INS വിക്രമാദിത്യയിൽ നടത്തിയ സായുധ സേനാ മേധാവികളുടെ സംയുക്ത യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിൽ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ, കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ്, വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ അരൂപ് റാഹ, നാവികസേന മേധാവി അഡ്മിറൽ RK ധോവൻ എന്നിവരും പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഉരസൽ, മുഖ്യമന്ത്രിമാർക്ക് അടിക്കടി അപമാനം, ഭരണത്തിൽ ഗവർണർമാരുടെ ഇടപെടൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ സംഭവത്തോടെ BJP ഇതര മുഖ്യമന്ത്രിമാരെ അവമതിക്കുകയും രാജ്ഭവനിൽ കുടിയിരുത്തിയ ഗവർണർമാർ അമിതാധികാരത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ദേശീയ തലത്തിൽ സജീവ ചർച്ചയായി. കേന്ദ്ര സംസ്ഥാന സർക്കാർ മര്യാദകളെയും ഫെഡറൽ സംവിധാനങ്ങളെയും മോഡി സർക്കാർ നോക്കുകുത്തിയാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളുമായുള്ള ഉരസലിന് ഇടയാക്കിയിട്ടുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ദീർഘകാലം പ്രവർത്തിച്ചതിനിടയിൽ ഫെഡറൽ അവകാശങ്ങളെക്കുറിച്ച് അടിക്കടി സംസാരിച്ചയാളാണ് നരേന്ദ്രമോദി. ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോ BJPക്കോ പങ്കില്ലെന്നാണ് സർക്കാരും പാർട്ടിയും വിശദീകരിക്കുന്നത്. എന്നാൽ ഡൽഹി മെട്രോയുടെ പുതിയ റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അപമാനിക്കപ്പെട്ടത് കഴിഞ്ഞ സെപ്റ്റംബർ 6-നാണ്.
കെജ്രിവാൾ പ്രതിഷേധിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ മൌനം പുലർത്തുക മാത്രം ചെയ്തു. തലസ്ഥാന നഗരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുഖ്യാതിഥിയായി പങ്കെടുത്ത റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലും കെജ്രിവാളിന് ക്ഷണമുണ്ടായിരുന്നില്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരും ഇങ്ങനെ ക്ഷണിക്കപ്പെടാതെ അപമാനിക്കപ്പെട്ടു. പ്രോട്ടോകോൾ തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇത്. ബംഗളൂരിൽ ഇന്തോ ജർമ്മൻ പരിപാടി നടന്നപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ അറിയിച്ചതേയില്ല. പ്രധാനമന്ത്രിയും ജർമ്മൻ ചാൻസലർ അംഗല മെർക്കലും പങ്കെടുത്ത പരിപാടിയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വാരാണസിയിൽ ജപ്പാൻ, ഇന്ത്യ പ്രധാനമന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ UP മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെയും തഴഞ്ഞു. മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടാക്കുന്നതിനും സഹകരണാത്മക ഫെഡറൽ ഘടന വിപുലപ്പെടുത്തുന്നതിനും എന്ന പേരിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് രൂപവൽക്കരിച്ച നീതി ആയോഗിന്റെ ആദ്യ യോഗങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചെങ്കിലും നീതി ആയോഗിന് കീഴിലെ മുഖ്യമന്ത്രിമാരുടെ സമിതി നോക്കുകുത്തിയായിട്ട് മാസങ്ങളായി. കേന്ദ്ര സഹായം അനുവദിക്കുന്നതിൽ സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന പരാതി പുറമേയുമുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. കെജ്രിവാളിന്റെ ഓഫീസ് സീൽ ചെയ്ത CBI ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയും ചെയ്തു. റെയ്ഡിനുള്ള കാരണം CBI ഉദ്യോഗസ്ഥർ ഓഫീസ് ജീവനക്കാരെ പോലും ധരിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു റെയ്ഡ്. ഓഫീസ് സീൽ ചെയ്തത് കാരണം കെജ്രിവാളിന് ഓഫീസിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം AAPയെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് മോദി ഇത്തരം ഭീരുത്വം ചെയ്യുന്നതെന്ന് കെജ്രിവാൾ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. മോദി ഭീരുവും മനോരോഗിയുമാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഏത് ഫയൽ വേണമെങ്കിലും മോദിയെ ഏൽപ്പിക്കാമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രജീന്ദ്രകുമാറിനെതിരായ കേസിലാണ് റെയ്ഡെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഓഫീസ് സീൽ ചെയ്തിട്ടില്ലെന്നും CBI അറിയിച്ചു. സ്വകാര്യ കമ്പനികൾക്ക് രജീന്ദ്രകുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊടുത്തെന്നും സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നുമാണ് കേസ്. CBI സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണെന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും റെയ്ഡ് നടത്തിയതെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. കോൺഗ്രസാണ് CBIയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത്. ഇപ്പോൾ CBI സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും റെയ്ഡിൽ ഒരു പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കമ്മീഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് നിയമപരമായല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെയാണ് ബിജുവിനെ കൊണ്ടുപോയത്. ഇത് ന്യായീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി കമ്മീഷനെ വിമർശിച്ചതിൽ തെറ്റില്ലെന്നും കോടതി പറഞ്ഞു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി പരാമർശം. ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ബിജു രാധാകൃഷ്ണനെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തെളിവെടുപ്പിന് കൊണ്ടുപോയതിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വിമർശിച്ചിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് സ്ത്രീകൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് സൌദി ഗ്രാൻഡ് മുഫ്തി. സ്ത്രീകൾ മഹറമുകളല്ലാത്ത അന്യപുരുഷന്മാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും കുഴപ്പങ്ങളുണ്ടായേക്കാവുന്ന കാരണങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കണമെന്നും സൌദി പണ്ഡിത സഭ അധ്യക്ഷനും ഫത്വ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് പറഞ്ഞു. സൌദിയിലെ അൽ മജിദ് ചാനലിൽ മുഫ്തിയോടൊപ്പം എന്ന പരിപാടിയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. തന്റെ ബന്ധത്തിൽപ്പെട്ട ചില സ്ത്രീകൾ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ അത് അനുവദനീയമാണോ എന്നതായിരുന്നു ഗ്രാൻഡ് മുഫ്തിയോട് ചോദിച്ചത്. അതേസമയം മുസ്ലിം സ്ത്രീകൾ മുനിസിപ്പാലിറ്റികളിലേക്ക് മത്സരിക്കുന്നതും അവരെ വിജയിപ്പിക്കുന്നതും ഹറാമാണെന്ന് സൌദിയിലെ പ്രമുഖ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബറാക്ക് ഫത്വ പുറപ്പെടുവിച്ചു. സ്ത്രീകൾ മത്സരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് അദ്ദേഹം ട്വിറ്ററിലൂടെ മറുപടി എഴുതുകയായിരുന്നു. സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നത് അന്യപുരുഷന്മാരുമായുള്ള കൂടിച്ചേരലിന് വേദിയാവുകയും ഭാവിയിലത് വലിയ ഭവിഷ്യത്തിന് കാരണമാവുകയും ചെയ്യും. വിശുദ്ധ ഹറമുകളുടെ നാടും പാശ്ചാത്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് നബിദിന സന്ദേശം അയച്ചു. നബിദിന സന്ദേശത്തിലൂടെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ബഹ്റൈൻ രാജാവ് ആരോഗ്യവും സന്തോഷവും ആശംസിച്ചു. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് സമാനമായ ആശംസാ സന്ദേശം കൈമാറി.
സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ ബഹ്റൈൻ ICF സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും 44ാമത് ബഹ്റൈൻ ദേശീയ ദിനാഘോഷ പരിപാടിയും നാളെ രാത്രി 7 മണിക്ക് ഈസ ടൌൺ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കും. ബഹ്റൈൻ പാർലമെന്റ് കാര്യമന്ത്രി അഹമ്മദ് അബ്ദുൽ വാഹിദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാരും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും മുഖ്യാതിഥികളായിരിക്കും. ബഹ്റൈനിലെ പ്രമുഖ പണ്ഡിതൻ നാജി റാഷിദ് അൽ അറബിയും ഗാസി ഫൈസൽ അൽ റഹ്മയും പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി 210 സാന്ത്വനം വണ്ടിയർമാരെ സജ്ജരാക്കിയിട്ടുണ്ട്. വൈകിട്ട് നടക്കുന്ന ഘോഷയാത്രയിൽ ബഹ്റൈനിലെ 11 മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ICF RSC നേതാക്കളും അണിനിരക്കും. സൌദിയിലെ അറാർ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ ICF റഫ യൂണിറ്റ് നിലവിൽ വന്നു. അറാർ ICF വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിതലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അബ്ദുള്ള അൽ ഹസനി പ്രസിഡന്റും സാബിർ വിളയൂർ ജനറൽ സെക്രട്ടറിയും ഇസ്ഹാഖ് തേക്കേപ്പറ്റ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. 11 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തിരഞ്ഞെടുത്ത യോഗം റൌഫ് സയദി ഉദ്ഘാടനം ചെയ്തു. ബഷീർ മുസ്ലിയാർ, ഇസ്ഹാഖ് മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സാഗരം ദൂരെ ഒളിലെങ്കിടും നൂറേ, സാദരം ചാരെ അണയേണമിവൻ പൂവേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ, ദൈവതെഞ്ചാരെ ദിനരാത്രികളില്ലാതെ ചൊല്ലി ഞാനേറെ സ്വലവാത്തുകളൻ ജീവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. സ്വീകരിക്കില്ലേ വ്യത തീർക്കുമുല്ലേ എൻ ഹബീബൽ. ധർമ്മപതാകേന്തുക എന്ന ശീർഷകത്തിൽ SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകൾ മുന്നിൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. ധർമ്മപതാകയേന്തുക എന്ന സന്ദേശത്തിൽ SYS നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുൻ വർഷത്തേക്കാൾ അധികം അംഗങ്ങളെ അണിചേർത്ത് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകൾ മികവ് നേടി. 73% വർധനവാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. 61% വർധനവോടെ തൃശൂരും മലപ്പുറം ജില്ല 59% വർധനവോടെയും മികവ് തെളിയിച്ചു. 47% വീതം അംഗത്വ വർധനവോടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ തൊട്ടുപിറകിലെത്തി. സംസ്ഥാന ശരാശരി മറികടന്ന ഈ ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാൻ പട്ടാമ്പിയിൽ ചേർന്ന SYS സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. 2004 ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിനു ശേഷം 60ാം വാർഷികം വരെയുള്ള 10 വർഷ കാലയളവിൽ SYSന് 3 ഇരട്ടിയിലേറെ അംഗത്വ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ അംഗത്വ വർധനവുണ്ടായ ഗോൾഡൻ ജൂബിലി അനന്തര ക്യാമ്പയിനിനെ അപേക്ഷിച്ച് 56% വർധനവാണ് 60ാം വാർഷികാനന്തരം നടത്തിയ ഈ ക്യാമ്പയിനിൽ രേഖപ്പെടുത്തിയത്. SYSന്റെയും പ്രസ്ഥാനത്തിന്റെയും വർദ്ധിത ജനപങ്കാളിത്തവും ജനകീയ പിന്തുണയുമാണിത് സൂചിപ്പിക്കുന്നത്. ഈ സമൂഹ സ്വീകാര്യത തന്നെയാണ് 6 പതിറ്റാണ്ടിലേറെക്കാലം പ്രസ്ഥാനത്തിന്റെ ബഹുജന ഘടകമായി വർത്തിച്ച SYSനെ യുവജനങ്ങൾക്കിടയിലെ ധാർമ്മിക ചാലകശക്തിയാക്കി കേരള മുസ്ലിം ജമാഅത്ത് എന്ന പുതിയ ബഹുജന സംഘടന രൂപവൽക്കരിക്കുവാൻ പ്രചോദനമേകിയത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വൻ വിജയമാക്കുവാൻ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും സംസ്ഥാന കമ്മിറ്റി യോഗം അഭിനന്ദിച്ചു. മീലാദ് ക്യാമ്പയിൻ വൻ വിജയമാക്കുവാനും SYS 60ാം വാർഷികവും മുസ്ലിം ജമാഅത്ത് പിറവിയും പകർന്ന വർദ്ധിത വീര്യം കൈമുതലാക്കി സുന്നി വോയ്സ് പ്രചരണം പൂർവോപരി സജീവമാക്കി സമ്പൂർണ്ണമാക്കുവാനും യോഗം ആഹ്വാനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, മുസ്തഫ കോടൂർ തുടങ്ങിയവർ ചർച്ച നിയന്ത്രിച്ചു.
വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സ്വാഗതവും ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി നന്ദിയും പറഞ്ഞു. റഫീഖ് നരിക്കുനി, KMAC ന്യൂസ്. പൂനൂർ മർക്കസ് ഗാർഡൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ജസ് ബയോസ് 2015 മീലാദ് പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ച് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും പുതുമ കൊണ്ടും വേറിട്ട് നിന്നു. ഏറെ തിരക്ക് നിറഞ്ഞ ഷോപ്പിംഗിനിടയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് വിദ്യാർത്ഥികൾ ഇന്നലെ ഒരുക്കിയത്. ഗാനാലാപനത്തിന് മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അൽതാഫ്, ഫാറൂഖ്, മുഹമ്മദ് റായിഫ് എന്നിവർ നേതൃത്വം നൽകിയപ്പോൾ പരിപാടിക്ക് മർക്കസ് ഗാർഡൻ അഡ്മിൻ ഹാജി സലീം മൂസ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തളീക്കര, ഇജാസ് നൂറാനി, ഇർഫാൻ നൂറാനി, അബ്ദുസമദ്, സുഹൈൽ ഹാഷിം, റാഫി നൂറാനി, തുലൈബ് അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി. ബികോം അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഫ്ളാഷ് മോബ് വിജയകരമാക്കിയത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്, മോദി ഭീരുവെന്ന് കെജ്രിവാൾ. R. ശങ്കറിനെ വിവാദത്തിലേക്ക് വലിച്ചേക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നബിദിനം ബഹ്റൈൻ ഭരണാധികാരികൾ ലോക നേതാക്കൾക്ക് ആശംസകൾ നേർന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഉരസൽ, മുഖ്യമന്ത്രിമാർക്ക് അടിക്കടി അപമാനം, ഭരണത്തിൽ ഗവർണർമാരുടെ ഇടപെടൽ. സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണ്ടെന്ന് സൌദിയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള. ധർമ്മപതാകേന്തുക SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകൾ മുന്നിൽ. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.